ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ക്ലാസ്സായ 11ാമത്തെ ക്ലാസ്സുമായിട്ടാണ്. ഇന്ന് നമ്മൾ ഒരു 30 ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ മാക്സിമം 1 മുതലുള്ള ക്ലാസ്സുകൾ കാണുക. കണ്ട് നിങ്ങൾ നമുക്കിനിപ്പോൾ ഉടനെ തന്നെ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്, അറിയാമല്ലോ. ഡിഗ്രി ലെവലിൻ്റെയാണ്, അത് കഴിഞ്ഞിട്ട് 10th ലെവലിൻ്റെ എക്സാം ഉണ്ടായിരിക്കും, പിന്നെ ഫോഴ്സിൻ്റെയൊക്കെ എക്സാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏജ് കൂട്ടിയ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെല്ലാം 1 മുതലുള്ള ക്ലാസ്സുകൾ കാണുക. പിന്നെ വേറെ ഈ ക്ലാസ് കാണണമെന്ന് മാത്രമല്ല, നിങ്ങൾ വേറെ ചാനലിലുള്ള വേറെ ക്ലാസ്സുകളും കാണണം. നിങ്ങൾക്ക് ഇത് കണ്ടു എന്ന് മാത്രം പറഞ്ഞ് വിജയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കൂടാതെ തന്നെ നിങ്ങൾ വേറെ ക്ലാസ്സുകളും കാണുക. അപ്പോൾ കണ്ട് നിങ്ങൾ മാക്സിമം ഈ വരുന്ന PSC റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഇടം നേടാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്പോൾ നിയമനവും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടന്നാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജർമ്മൻ മിഷണറി ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകങ്ങളാണ്. ജർമ്മൻ മിഷണറി ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? കേരള പഴമ, കേരള ഉൽപ്പത്തി, മലയാള ഭാഷ വ്യാകരണം. എന്താണ്? ജർമ്മൻ മിഷണറി ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? കേരള പഴമ, കേരള ഉൽപ്പത്തി, മലയാള ഭാഷ വ്യാകരണം. ജർമ്മൻ മിഷണറി ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? കേരള പഴമ, കേരള ഉൽപ്പത്തി, മലയാള ഭാഷ വ്യാകരണം. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ്. 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ്. അടുത്ത്, സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വില്ലിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചത് ആരാണ്? ML ദിംഗ്ര. എന്നാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വില്ലിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചത് ആരാണ്? ML ദിംഗ്രയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ML ദിംഗ്ര മറക്കല്ലേ, ML ദിംഗ്ര. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, 1688 മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? 1688 മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ജെയിംസ് രണ്ടാമൻ. അതായത് ഞാൻ ഒരു അടിയിൽ വരച്ചിട്ടുണ്ട്, 1688. അത് ഏത് വർഷമാണ്? ഏത് വിപ്ലവം നടന്ന സമയമാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1688. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1688. അപ്പോൾ എന്താണ്? 1688 മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ജെയിംസ് രണ്ടാമൻ ആയിരുന്നു. അത് നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് വേറൊരു പേരുണ്ട്, രക്തരഹിത വിപ്ലവം എന്നും പറയപ്പെടുന്നത്. രക്തരഹിത വിപ്ലവം എന്നും അറിയപ്പെടുന്നു. എന്താണ്? എന്നാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന? 1688. ആ സമയത്ത് രാജാവ് ആരായിരുന്നു? ജെയിംസ് രണ്ടാമൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സൺ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സൺ. അടുത്ത ക്വസ്റ്റ്യനാണ്, 2024 ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? സീൻ നദി. എന്താണ്? 2024 ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? സീൻ നദി. എന്താണ്? 2024 ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? സീൻ നദി. അടുത്ത ക്വസ്റ്റ്യനാണ്, ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിങ് ഡിറ്റക്ടറിൻ്റെ സംവേദനക്ഷമത ഏത് സെൻസർ സവിശേഷതകളിൽ പെടുന്നു? ഏതാണ്? റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. അതായത് റിമോട്ട് സെൻസിങ്
എന്താണ് റിമോട്ട് സെൻസിങ്, ഈ വടിയിൽ ഞാൻ വരച്ചിരിക്കുന്നത് കണ്ടോ, റിമോട്ട് സെൻസിങ് ഡിറ്റക്ടറിൻ്റെ സംവേദനക്ഷമത ഏത് സെൻസർ വിഭാഗത്തിൽപ്പെടുന്നത്? ഏതാണ്? റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. എന്താണ്? സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിങ് ഡിറ്റക്ടറിൻ്റെ സംവേദനക്ഷമത ഏത് സെൻസർ എന്നാണ് വിശേഷതകളിൽപ്പെടുന്നു? റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മധ്യ ഉയര മേഘങ്ങൾക്ക് ഉദാഹരണമായ ജോഡികൾ ഏതാണ്? എന്താണ്? മധ്യ ഉയര മേഘങ്ങൾ. അത് എത്ര കിലോമീറ്റർ വരെയാണ്? 2 to 8. എന്താണ്? 2 മുതൽ 8 കിലോമീറ്റർ വരെയാണ് ഈ മധ്യ ഉയര മേഘങ്ങൾ കാണപ്പെടുന്നത്. എന്താണ്? മധ്യ ഉയര മേഘങ്ങൾക്ക് ഉദാഹരണമായ ജോഡികൾ ഏതൊക്കെയാണ്? ആൾട്ടോ സ്ട്രാറ്റസും ആൾട്ടോ ക്യൂമുലസുമാണ്. എന്താണ്? മധ്യ ഉയര മേഘങ്ങൾക്ക് ഉദാഹരണമായ ജോഡികൾ ഏതൊക്കെയാണ്? ആൾട്ടോ സ്ട്രാറ്റസും ആൾട്ടോ ക്യൂമുലസും. ഇതിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു മേഘങ്ങളെ പറ്റി. ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? മുൻപത്തെ ക്ലാസ്സിലായിരുന്നു. ഏതാണ് ആ ക്വസ്റ്റ്യൻ? എന്താണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘം ഏതാണ്? സിറസ് മേഘം. നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ നേരത്തെ ക്ലാസ്സിലെ? അതാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം ഏതാണ്? സിറസ് മേഘം അല്ലേ? അതിൻ്റെ ഒരു മെഷർമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? 6000 to 12000 വരെയും അല്ലെങ്കിൽ 8000 to 12000 വരെയും കാണപ്പെടുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? മധ്യ ഉയര മേഘങ്ങൾക്ക് ഉദാഹരണമായ ജോഡികൾ ഏതൊക്കെയാണ്? ആൾട്ടോ സ്ട്രാറ്റസും ആൾട്ടോ ക്യൂമുലസുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ധോലാധാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ഹിമാലയമാണ്? മധ്യ ഹിമാലയങ്ങൾ. എന്താണ്? ധോലാധാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? മധ്യ ഹിമാലയം. എന്താണ്? ധോലാധാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മധ്യ ഹിമാലയം. ധോലാധാർ ശ്രേണിയാണ് ഏത്? മധ്യ ഹിമാലയത്തിൽ കാണപ്പെടുന്നത് അല്ലേ? ഇനി അടുത്ത്, ഗണ്ഡക് നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? ബീഹാറും ഉത്തർപ്രദേശും. എന്താണ്? ഗണ്ഡക് നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? ബീഹാറിലും ഉത്തർപ്രദേശിലും. എന്താണ്? ഗണ്ഡക് നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? ബീഹാറിലും ഉത്തർപ്രദേശിലും. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, കേരളത്തിലെ ഏത് ജില്ലകളിലാണ് മേസ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? ഏതൊക്കെ ജില്ലകളാണ്? കണ്ണൂരും കാസർഗോഡും. അത് ഏറ്റവും എവിടെയുള്ളതാണ്? വടക്കു ഭാഗത്തുള്ള ജില്ലകളാണ് ഏതൊക്കെയാണ്? കണ്ണൂരും കാസർഗോഡും. കേരളത്തിലെ ഏത് ജില്ലകളിലാണ്? ജില്ലയാണ്. കേരളത്തിലെ ഏത് ജില്ലകളിലാണ് മേസ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? ഏതൊക്കെയാണ്? കണ്ണൂരും കാസർഗോഡും. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? ഏതാണ്? മഹാരാഷ്ട്ര. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? ഏത് പ്രദേശത്താണ്? മഹാരാഷ്ട്ര. ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യനാണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക ഏതാണ്? ഹരോഡ് ഡോമർ മാതൃക. ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക ഏതാണ്? ഹരോഡ് ഡോമർ മാതൃക. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് അടുത്ത ഓർമ്മ വന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഞ്ചവത്സര പദ്ധതിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ പോയിൻറ്റ്സാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? കഴിഞ്ഞ ക്ലാസ്സുകളിലാണ് ഞാൻ എടുത്ത ക്ലാസ്സുകളിൽ പഞ്ചവത്സര പദ്ധതിയുടെ കുറേ പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓർത്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ കൂടെ പറഞ്ഞാൽ കൊള്ളായിരിക്കും. ആദ്യത്തെ പോയിന്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് എത്ര വളർച്ച നിരക്കാണ്? 5% കൂടുതലാണ് ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് അല്ലേ? അടുത്ത പോയിന്റ് നമ്മൾ എന്താണ് പറഞ്ഞത്? 3ാം പഞ്ചവത്സര പദ്ധതിക്കും 4ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിലാണ് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത് ഇല്ലേ? ഇനി അടുത്ത പോയിന്റ്സ് ഏതാണ്? ആദ്യ 7 പഞ്ചവത്സര പദ്ധതികൾ എന്താണ്? ഇറക്കുമതി സ്വാശ്രയത്വം നിർത്തലാക്കിക്കൊണ്ടുള്ള ഇതിനാണ് ലക്ഷ്യം വെച്ചത് അല്ലേ? ആദ്യ 7 പഞ്ചവത്സര പദ്ധതി ഇറക്കുമതിക്കുള്ള അതിൻ്റെ പ്രാധാന്യം നിർത്തലാക്കിക്കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അത് നിർത്തലാക്കിയാണ് ഇത് നടത്തിയത്. ഇനി അടുത്ത പോയിന്റ്സ് ഏതാണ്?
ഈ ഹരോൾഡ് ഡോമർ മാതൃക അത് നമ്മൾ പറഞ്ഞ ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്നല്ലേ, ആ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എത്രയാണ്? 1951 മുതൽ 1956 വരെ അല്ലേ? പഞ്ചവത്സര പദ്ധതി. അപ്പോൾ 1951 മുതൽ 56 വരെ. ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഈ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ആധുനികവൽക്കരണം, ആശ്രയത്വം, പിന്നെന്താണ്? സാമ്പത്തിക വളർച്ച, എന്താണ്? നീതി സമത്വം. എന്താണ്? ആധുനികവൽക്കരണം, എന്താണ്? സാമ്പത്തിക വളർച്ച, ആശ്രയത്വം, അടുത്തെന്താണ്? സമത്വം എന്നിവയാണ് ലക്ഷ്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ഇതിൽ വേണമെങ്കിൽ ചിലപ്പോൾ നീതിയും നവീകരണവും ഒക്കെ എഴുതാൻ വേണ്ടി ചിലപ്പോൾ ചോദിച്ചാൽ എഴുതേണ്ടി വരുമായിരിക്കും ഓപ്ഷനിലുണ്ടെങ്കിൽ. എന്തൊക്കെയാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള ലക്ഷ്യം ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, ആശ്രയത്വം, ആധുനികവൽക്കരണം, അടുത്തെന്താണ്? സമത്വം എന്നിവയാണ് ലക്ഷ്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഇത്രയും ക്വസ്റ്റ്യൻ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട്, അതായത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ്സാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഏത് കമ്മീഷനാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. അപ്പം നബാർഡ് സ്ഥാപിതമായത് ഏത് കമ്മീഷൻ്റെ പ്രകാരമാണ്? ഏത് കമ്മീഷനാണ്? ബി ശിവരാമൻ കമ്മിറ്റി. ഓക്കെ, അത് മറക്കല്ലേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഇനി അടുത്ത്, 1 രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണുള്ളത്? ധനകാര്യ സെക്രട്ടറി, എന്താണ്? GOI. ഇതിൽ 1 രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണുള്ളത്? ധനകാര്യ സെക്രട്ടറി, GOI. ഓക്കെ, സർവോദയ പദ്ധതിയുടെ വക്താവ് അല്ലെങ്കിൽ ആവിഷ്കരിച്ചയാളെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻസർ എന്താണ്? ജയപ്രകാശ് നാരായൺ. സർവോദയ പദ്ധതിയുടെ വക്താവ് അല്ലെങ്കിൽ ആവിഷ്കരിച്ചയാളെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് ആൻസർ? ജയപ്രകാശ് നാരായൺ. അടുത്ത്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിനെ പറ്റിയുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്ന പോയിന്റ്സ്. ഇത് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ ഏതിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. അടുത്ത്, ഇതിൻ്റെ മുൻപത്തെ പേരെന്താണ്? മുൻപ് ഇമ്പീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്നറിയപ്പെട്ടു. മുൻപ് എന്താണ്? ഇമ്പീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്ന് അറിയപ്പെട്ടു. ഇത് ഏത് വർഷമാണ് സ്ഥാപിതമായത്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ 1929 സ്ഥാപിതമായി. നമ്മൾ ഈ 1929 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വർഷം ഓർമ്മ വരും. ഏത് വർഷമാണ്? ലാഹോർ സമ്മേളനം അല്ലേ? ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. മറക്കല്ലേ. എന്താണ് ഈ 1929 നമ്മൾ പറയുമ്പോൾ ഏത് വർഷവുമായി ഓർമ്മ വരും? ലാഹോർ സമ്മേളനമായി ഓർമ്മ വരുമല്ലേ? അപ്പം നമുക്ക് എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിനെ പറ്റിയുള്ള പോയിന്റ്സാണ് പറയാൻ പോകുന്നത്. ഇത് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. മുൻപ് ഇമ്പീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്നറിയപ്പെട്ടിരുന്നു. സ്ഥാപിതമായ വർഷം 1929 അല്ലേ? അടുത്ത്, NBFC എന്നാൽ എന്താ? അത് പൂർണ്ണരൂപം എഴുതാനാണ്. NBFC എന്നാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. എന്താണ്? നോൺ ബാങ്കിങ്, അതായത് എന്ന് വെച്ചാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. NBFCയുടെ ഫുൾ ഫോം എന്താണ്? അതായത് എന്നാൽ എന്താണ്? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. എന്താണ്? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? എന്നാൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? എന്നാൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? 42ാമത്. എന്താണ്? ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? 42ാം ഭേദഗതിയാണ് അല്ലേ? അടുത്തത്, ഇത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഏത് ഭരണഘടന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 42ാം ഭേദഗതിയാണ്. ഇനി അടുത്തത്, ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കാനും സ്ഥിരതാമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നത്? ഇതിൽ തന്നെ ഒരു ഫ്ലോ ഇല്ലേ? ഏത്. അപ്പം ഏത് അല്ലെങ്കിൽ എവിടെ എന്ന് ഇന്ത്യയുടെ എവിടെ പോകാനും താമസിക്കാനും എന്താണ്? എവിടെ. ഈ വരില്ല നമ്മൾ ഉച്ചാരണം. ഏത്. ഈ അതിൽ എഴുതൽ ഈ.
ആണ്. ഏത് പ്രദേശത്തും അല്ലെങ്കിൽ എവിടെ താമസിക്കാനും സ്ഥിരതാമസാക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഏതാണ്? ആർട്ടിക്കിൾ 19(1) സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 19 ആർട്ടിക്കിൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ആർട്ടിക്കിൾ വരുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19 അത് മറക്കല്ല്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏത് പ്രദേശത്ത് താമസിക്കാനും സ്ഥിരതാമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നത് ആർട്ടിക്കിൾ 19(e) അല്ലേ? ഏത് പ്രദേശത്ത് ഏത് പ്രദേശത്ത് നമ്മൾ ഒന്ന് ഫ്ലോ വെച്ച് നോക്കിയത് ഏത് പ്രദേശത്തും. അതിന് അവശിഷ്ട അധികാരങ്ങൾ ആരുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? കേന്ദ്ര സർക്കാർ. അവശിഷ്ട അധികാരങ്ങൾ ആരുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? കേന്ദ്ര സർക്കാർ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഏത് ആക്ട് പ്രകാരം സ്ഥാപിച്ചു? 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട്. എന്താണ്? ഇന്ത്യയിലെ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഏത് ആക്ട് പ്രകാരമാണ് സ്ഥാപിച്ചത്? 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് വഴിയാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, 1977 നിയമിതനായ അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകളാണ് അടുത്ത് പറയാൻ പോകുന്നത്. 1977 നിയമിതനായ അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകളാണ്. ഏതൊക്കെയാണ്? നിലവിലുള്ള ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം സൃഷ്ടിക്കാൻ ശുപാർശ ചെയ്തു. എന്താണ്? നിലവിലുള്ള ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം സൃഷ്ടിക്കാൻ ശുപാർശ ചെയ്തു. അടുത്ത്, ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളായി നിലനിർത്തണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. എന്താണ് ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളായി നിലനിർത്തണമെന്ന് കമ്മിറ്റി എന്ത് ചെയ്തു? ശുപാർശ ചെയ്തു. അടുത്ത്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം ഉണ്ടാകണം. എന്താണ്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം ഉണ്ടാകണം. അടുത്ത പോയിന്റ്സാണ്, ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിനുള്ള ആദ്യ തലമായി ജില്ലയാണ്. എന്താണ്? ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിനുള്ള ആദ്യ തലമായി എന്താണ്? ജില്ലയാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. നമ്മൾ ഇതിനു മുൻപൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പുതിയ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ മുൻപത്തെ ക്ലാസ്സിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് ഞാൻ ക്വസ്റ്റ്യൻ എന്താണ്? ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. അപ്പോൾ ഇതിലും ഈ സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, പ്രകൃതി നീതിയുടെ തത്വം പ്രധാനമായും ഇവ ഉറപ്പാക്കുന്നു. ഏതൊക്കെയാണ്? നിയമത്തിനു മുന്നിലുള്ള തുല്യത, ന്യായമായ വാദം കേൾക്കലും പക്ഷപാതത്തിൻ്റെ അഭാവവുമാണെന്ന്. പ്രകൃതി നീതിയുടെ തത്വം പ്രധാനമായും ഇവ ഉറപ്പാക്കുന്നു. ഏതൊക്കെയാണ്? നിയമത്തിനു മുന്നിലുള്ള തുല്യത, ന്യായമായ വാദം കേൾക്കലും പക്ഷപാതത്തിൻ്റെ അഭാവവുമാണ്. മറക്കല്ലേ, പ്രകൃതി നീതിയുടെ തത്വം പ്രധാനമായും ഇവ ഉറപ്പാക്കുന്നു. ഏതൊക്കെയാണത്? നിയമത്തിനു മുന്നിലുള്ള തുല്യത, ന്യായമായ വാദം കേൾക്കലും പക്ഷപാതത്തിൻ്റെ അഭാവവുമാണ്. അടുത്ത്, ക്ഷേമരാഷ്ട്രം പലപ്പോഴും ഏതിനൊക്കെയാണ് മാർഗമായി ന്യായീകരിക്കപ്പെടുന്നത്? ഏതിനൊക്കെയാണ്? എല്ലാവർക്കും കുറഞ്ഞ ജീവിത നിലവാരം ഉറപ്പാക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സാമൂഹിക നീതി ഉയർത്തിപ്പിടിക്കുക. എന്തൊക്കെയാണ്? എല്ലാവർക്കും, അതായത് ക്ഷേമരാഷ്ട്രം അല്ലെ, ക്ഷേമം എന്ന് പറഞ്ഞാൽ അറിയില്ല, ക്ഷേമം വെച്ചാൽ നല്ലത്, നല്ല രീതിയിൽ നടക്കും. എന്താണ്? ക്ഷേമരാഷ്ട്രം പലപ്പോഴും ഏതിനൊക്കെയാണ് ഒരു മാർഗമായി ന്യായീകരിക്കപ്പെടുന്നത്? എല്ലാവർക്കും കുറഞ്ഞ ജീവിത നിലവാരം ഉറപ്പാക്കുക. സാമൂഹിക നീതി ഉയർത്തിപ്പിടിക്കുക. എന്താണ്? സാമൂഹിക നീതി ഉയർത്തിപ്പിടിക്കുക. അടുത്ത ക്വസ്റ്റ്യനാണ്, സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ നൽകിയത് ആരാണ്? ലോകായുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ നൽകിയത് ആരാണ്? ഭരണപരിഷ്കാര കമ്മീഷൻ. എന്നാൽ സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ നൽകിയത് ആരാണ്? ഭരണപരിഷ്കാര കമ്മീഷൻ. 1966. എന്താണ്? ഭരണപരിഷ്കാര കമ്മീഷൻ 1966. സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ നൽകിയത് ആരാണ്? ഭരണപരിഷ്കാര കമ്മീഷൻ 1966. ഇനി, ഭരണത്തിൽ 3 പ്രധാന മാറ്റ സാധ്യതകൾ ICTകൾ നൽകുന്നു. ഏതൊക്കെയാണ് ആ സാധ്യതകൾ? പ്രധാന മാറ്റ സാധ്യതകളാണ് 3 എണ്ണമാണ്. എന്താണ്? ഓട്ടോമേഷൻ,
ഇൻഫോർമറ്റൈസേഷൻ, പരിവർത്തനം. ഏതൊക്കെയാണ്? പഠനത്തിൽ 3 പ്രധാന മാറ്റ സാധ്യതകൾ ICTകൾ നൽകുന്നു. ഏതൊക്കെയാണ്? എന്താണ്? ഓട്ടോമേഷൻ, ഇൻഫോർമറ്റൈസേഷൻ, പരിവർത്തനം. അടുത്ത സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ നൽകിയത് ആരാണ്? ഭരണപരിഷ്കാര കമ്മീഷൻ 1966. ഭരണത്തിൽ 3 പ്രധാന മാറ്റ സാധ്യതകൾ ICTകൾ നൽകുന്നു. ഏതൊക്കെയാണ്? ഓട്ടോമേഷൻ, ഇൻഫോർമറ്റൈസേഷൻ, പരിവർത്തനം. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെൻ്ററി മേൽനോട്ടത്തിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെൻ്ററി മേൽനോട്ടത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? പാർലമെൻ്ററി കമ്മിറ്റികൾ, ചോദ്യോത്തര സമയവും 0 മണിക്കൂറും, അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുകൾ സമർപ്പിക്കൽ. ഏതൊക്കെയാണ്? പാർലമെൻ്ററി കമ്മിറ്റികൾ, എന്താണ്? ചോദ്യോത്തര സമയവും 0 മണിക്കൂറും, അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുകൾ സമർപ്പിക്കലാണ്. എക്സിക്യൂട്ടീവിന് മേലുള്ള ഇതൊക്കെ ഒന്ന് വായിച്ച് നമ്മൾ കേട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റില്ല. നമ്മൾ മാക്സിമം കേട്ട് 2-3 പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെൻ്ററി മേൽനോട്ടത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? പാർലമെൻ്ററി കമ്മിറ്റികൾ, ചോദ്യോത്തര സമയവും 0 മണിക്കൂറും, അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുകൾ സമർപ്പിക്കൽ എന്നിവയാണ്. ഇനി അടുത്ത് NFHSനായി ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള നോഡൽ ഏജൻസി. ഏതൊക്കെയാണ്? NFHSനായി ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള നോഡൽ ഏജൻസികൾ ഏതൊക്കെയാണ്? ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്. എന്തൊക്കെയാണ്? ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസ്, അതായത് IIPS. അതായത് NFHSനായി ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള നോഡൽ ഏജൻസികൾ ഏതൊക്കെയാണ്? ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസ്. എന്താണ്? ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസ് എന്നാണ് NFHSനായി ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള നോഡൽ ഏജൻസികൾ ഏതൊക്കെയാണ്? ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസുമാണ്. അങ്ങനെ ഇത്രയും 30 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തതും വായിച്ച് കേൾപ്പിച്ചതും പഠിച്ചതും അല്ലേ. അപ്പോൾ മാക്സിമം നിങ്ങൾ 1ാമത്തെ ക്ലാസ് മുതൽ കാണുക. ഈ വീഡിയോ മാത്രം നിങ്ങൾ കണ്ടാൽ പോരാ, വേറെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, അതും കാണുക. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഓരോ പോയിൻറ്റ്സ് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. മാക്സിമം പഠിക്കുക എന്ന് മാത്രമേ എനിക്കിപ്പം പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡിഗ്രി എക്സാംസൊക്കെ നമ്മൾ അടുത്ത് വരികയാണ് PSCയുടെ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചാലേ നമുക്ക് ഇതിൽ റാങ്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കോമ്പറ്റീഷൻസ് കൂടുതലാണ്, അറിയാലോ. എത്രയും ലക്ഷം ആൾക്കാരാണ് ഇത് എഴുതുന്നതെന്ന് അറിയാലോ നിങ്ങൾക്ക്. അപ്പം നമ്മൾ അവരെ കൂടിയാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, നല്ല ജോലി വാങ്ങിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു.